ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ എസ് കുറുപ്പ്. ഇപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിലെ ഏറ്റവും പ്രസിദ്ധമായ കോക്കേഴ്സ് വാക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്. 30 രൂപ ടിക്കറ്റ് എടുത്തിട്ട് കോക്കേഴ്സ് വാക്ക് കാണാം. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത് കൊടൈക്കനാൽ ടൗണിൽ അടുത്ത് തന്നെയുള്ള ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മെയിൻലി ബിസിനസ്സാണ്. പിന്നെ ഇതൊരു മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഈ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാം. ഞാൻ താമസിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാൻഡ് കൊടൈ ഇന്നിലാണ്. ഗ്രാൻഡ് കൊടൈ ഇൻ എന്ന ഒരു ലോഡ്ജിലാണ് താമസിച്ചത്. അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് രാവിലെ ഒരു ടെമ്പോ ട്രാവലറിൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഉണ്ട്. പാലക്കാട് നിന്ന് ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തൂ. സതീഷ് പാലക്കാട്. സഞ്ജയ് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. കൃഷ്ണപ്രിയ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണ്. അതുപോലെ കാസർഗോഡ് നിന്ന് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. സുഹൃത്തെ പേരൊന്ന് പറഞ്ഞോളൂ. നിതീഷ് എന്ന് ആണ് പേര്. ശാലിനി എനിക്കറിയാം, നേരത്തെ പരിചയപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ്. അതാണ് കോക്കേഴ്സ് വാക്കിലെ കാഴ്ചകൾ. എഗൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, കോക്കേഴ്സ് വാക്കിലെ കാഴ്ചകളാണ് കാണുന്നത്. ഞങ്ങളുടെ ടീമിലുള്ള പലർക്കും സ്വന്തം വാഹനമുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ടെമ്പോ ട്രാവലറിലാണ് വന്നിരിക്കുന്നത്. കാരണം തിരക്ക് ഒന്ന് കുറയ്ക്കാൻ. മാത്രമല്ല, നമ്മൾ അവരവരുടെ വാഹനമാകുമ്പോൾ ഈ തിരക്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ക്രിസ്മസ് വെക്കേഷൻ അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു ടെമ്പോ ട്രാവലറിൽ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, ഹലോ നമസ്കാരം. കോക്കേഴ്സ് വാക്കിലെ വാച്ച് സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചയാണ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന കോക്കർ സാഹിബ് പിന്നെ താമസിച്ചിരുന്ന ഇടമാണിത്. അതാണ് ഈ വാക്ക്വേക്ക് കോക്കേഴ്സ് വാക്ക് എന്ന പേരിട്ടിരിക്കുന്നത്. ഇത് വാച്ച് ടവർ ആണ്. ഇതിൻ്റെ പ്രൊപ്പറേറ്റർ നെയിം പ്ലീസ്. ദേവ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ബൈ. പ്രിയ സുഹൃത്തുക്കളെ, കോക്കേഴ്സ് വാക്കിൻ്റെ കവാടമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. one stop, one thing, one thing, one thing. One stop, one thing, one thing.
അവർ കണ്ണൂരിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ്. ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. യുവർ നെയിം പ്ലീസ്. മക്കളെ പേരെന്താണ്? സഞ്ജയ്, കൃഷ്ണപ്രിയ, സതീഷ്. യുവർ ഗുഡ് നെയിം? ത്വരിത. ത്വരിത വിത്ത് ബ്യൂട്ടി സ്പോട്സ്. സുമ. അപ്പോ ഇവരെല്ലാം വളരെ സന്തുഷ്ടരാണ്. അവര് എല്ലാം മില്ലി 1-2 പേരുണ്ട്. അവര് ചിലപ്പം വാഹനത്തിലേക്ക് തിരിച്ചു വന്ന് കാണും. ഓക്കെ, എല്ലാവരും ചേർന്ന് ഒരു ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, പാമ്പാർ ഫാൾസ് ആണിത്. വലിയ ഒരു ഫാൾസ് എന്ന് പറയാനൊന്നും ഇല്ല. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ഇതൊക്കെ പറയുമ്പം വലിയ ഫാൾസാണ് എന്നുള്ള ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വിചാരിക്കും. പൊതുവെ വെള്ളം ഇവിടെ കുറവാണല്ലോ. പിന്നെ പണ്ടേതോ സോപ്പിൻ്റെ പരസ്യത്തിൽ അതിൻ്റെ മോഡൽ ഇവിടെ ഇരുന്ന് കുളിച്ചുകൊണ്ട് ഇത് നല്ല സോപ്പാണെന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ വന്നതായിട്ട് ഒരു ഓർമ്മയുണ്ട് പരസ്യത്തിൽ. അപ്പോൾ ഏതായാലും നമ്മുടെ കൊടൈക്കനാൽ ടൗണിന് അടുത്തുള്ള ഒരു ഫാൾസാണ് ഇത്. അപ്പോൾ ആ നിലയ്ക്ക് വന്ന് കണ്ടിട്ട് പോകാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെയുള്ള പ്രകൃതിയൊക്കെ വളരെ മനോഹരമായ പ്രകൃതിയാണ്. പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം. അപ്പം അധികം ദൂരത്തല്ലാതെ വന്ന് കാണാവുന്ന ഒരു സ്ഥലമാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, സൂയിസൈഡ് പോയിന്റ് ഗ്രീൻ വാലി വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യപ്പന്മാര് വേട്ട തുള്ളുന്നതും ഉണ്ട്. അവര് ശബരിമല പോകുന്നതിന് മുമ്പ് സൂയിസൈഡ് പോയിന്റ് ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഗ്രീൻ വാലി വ്യൂ ആണ്. ഇവിടെ അനവധി പേര് മരിച്ചിട്ടുണ്ട്. സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന അണ്ണാച്ചി ബാലാജി മൂർത്തി അണ്ണാച്ചി ബാലാജി മൂർത്തി. ഇവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട്? മോർ ദാൻ 1000 above. 1000-ലധികം പേര് ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോ അത് നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, ബൈ ചേട്ടാ. സിനിമയില് ചേട്ടന്മാരെ നിങ്ങളുടെ പേരൊന്ന് പറയൂ. ലത്തീഫ്, സുൽത്താൻ. ആലപ്പുഴ എന്ന് വരുന്ന നമ്മുടെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. സൂയിസൈഡ് പോയിന്റ് കണ്ടു. ഞാൻ അങ്ങോട്ട് പോവുകയാണ് കാണാൻ. പക്ഷെ ഇതൊരു പ്രസിദ്ധമായ സ്ഥലമാണ് ഗ്രീൻ വാലി വ്യൂ. ഇപ്പൊ ഒരു പേര് മാറ്റി സൂയിസൈഡ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഇതല്ലേ ഗ്രീൻ വാലി. പക്ഷെ യഥാർത്ഥത്തിൽ സൂയിസൈഡ് പോയിന്റ് ആണ്. അത് നമ്മൾ ആരോടും പറയണ്ട. അപ്പൊ 1000-ലധികം പേര് മരിച്ചിട്ടുണ്ടെന്ന് അണ്ണാച്ചി പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനും കൂടെ പോയിന്ന് കണ്ടിട്ട് വരാം. താങ്ക് യു സുഹൃത്തുക്കളെ. ആലപ്പുഴ SSK ചന്ദ്രകാന്തം എന്റെ ചാനല് സബ്സ്ക്രൈബ്. സുഹൃത്തുക്കളെ, അങ്ങനെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റഷാണ്. ആ സുഹൃത്തുക്കളുടെ നമ്പർ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അവര് അത് സബ്സ്ക്രൈബ് ചെയ്തോളുമായിരിക്കും. അല്ലെങ്കിൽ SSK ചന്ദ്രകാന്തം എന്ന് അടിച്ചാൽ സെർച്ച് ചെയ്ത് യൂട്യൂബ് വീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇവിടെ ഇപ്പോ ഒരു വളരെ കച്ചവട കേന്ദ്രമാണ്. സത്യം പറഞ്ഞാൽ ഗംഭീര കച്ചവടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് തിരക്കാണെന്ന് പറഞ്ഞറിയിക്കാൻ നിവർത്തിയില്ല. ആ ജാതി തിരക്കാണ്. അവ പ്രിയ സുഹൃത്തുക്കളെ, സൂയിസൈഡ് പോയിന്റിൽ അതിഗംഭീരമായ തിരക്കിനിടയിൽ കൂടി ഞൊഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടില്ല.
ബാക്കിയുള്ളവന്മാരങ്ങനെ ഈ തിരക്കില് അവിടെ ചെന്ന് എത്താനാണ് പ്രയാസം. മലയാളികൾ ധാരാളം ഉണ്ട്. സൂയിസൈഡ് പോയിന്റിലേക്കുള്ള തിരക്ക് ആലോചിച്ച് നോക്കുക. ഇത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ സൂയിസൈഡ് പോയിന്റ് വന്ന് കാണുന്നത്. 1000-ലധികം പേര് സൂയിസൈഡ് ചെയ്തിട്ടുള്ള സൂയിസൈഡ് പോയിന്റാണ്. അപാരമായ തിരക്ക്. എന്താണ് ആളുകൾക്ക് സൂയിസൈഡ് പോയിന്റിലേക്ക് ഇത്രയും താല്പര്യം എന്നറിയാൻ വയ്യ. എന്തായാലും സൂയിസൈഡ് പോയിന്റ് ഗംഭീരമാണ്. പക്ഷെ വല്ലതും കാണുമോ എന്നറിഞ്ഞുകൂടാ. നമ്മുടെ പാലക്കാടുള്ള സുഹൃത്തുക്കൾ ഇവിടെ എത്തി. അവരെപ്പോഴും വളരെ പങ്ക്ച്വലായിട്ട് തന്നെ കൃത്യം സമയം പാലിച്ച് മുന്നേറുന്നു. എല്ലാവരും അതെ. അപ്പോ പക്ഷെ പുക ആയതുകൊണ്ട് വല്ലതും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിവിടെ എപ്പോഴും വന്നാലും മിക്കവാറും ഒക്കെ ഇത് തന്നെ അവസ്ഥ. ഓക്കെ, നല്ല ഫോഗാണ്. ഫോഗ് ഒരു ഐശ്വര്യമാണ്, പക്ഷെ ഒന്നും കാണത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഈ ഭാഗം അങ്ങ് കഴിഞ്ഞാൽ അങ്ങ് പോയി ഒരു പോക്ക് താഴോട്ട്. അത്രയും വലിയൊരു കൊക്കയാണ്. അപ്പൊ ഇപ്പം നമുക്ക് കൊക്ക കാണാൻ പറ്റത്തില്ല, നമ്മളെ ഫോഗ് കാണാം. ഫോഗ് രസമാണ്, പക്ഷെ കൊക്ക കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പട്ടികൾ പോകുന്നുണ്ട്, അതിന് പേടിയില്ല. പിന്നെ കുരങ്ങന്മാരും ധാരാളം കാണും, അവർക്ക് ഇതിന് പേടിയൊന്നുമില്ല. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോ സൂയിസൈഡ് പോയിന്റ് ആണ് ഈ കാണുന്നത്. അപ്പോ മരമുണ്ട്, അതൊക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. താഴോട്ടൊന്നും ഒന്നുമേ കാണാനില്ല. അപ്പോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ സൂയിസൈഡ് പോയിന്റ് കാണാൻ നല്ല തിരക്കാണ്. അയ്യപ്പന്മാര് ധാരാളം വന്നിട്ടുണ്ട് സൂയിസൈഡ് പോയിന്റ് കാണാൻ. ഓക്കെ, ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ 2 സുഹൃത്തുക്കളാണ് കാസർഗോഡ് നിന്ന് വന്ന. ചേട്ടാ, പേര് നിതീഷ് ആൻഡ് ശാലിനി. അവര് വളരെ ഗംഭീരമായി മേളിൽ നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. നല്ല മനോഹരമായ പ്രകൃതി, അതൊരു കാര്യമാണ്. പിന്നെ ഫോഗായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ലെന്നുള്ളതേ ഉള്ളൂ. അയ്യപ്പന്മാര് അടുത്തുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഇരുവഴിക്കെട്ട് ഓടുകൂടി അവിടെ സന്നിധാനത്ത് ചെല്ലുമ്പോ തത്വമസി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് നീയാകുന്നു, നീ അന്വേഷിക്കുന്നത് നിന്നിൽ തന്നെ ആകുന്നു എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിക്ക് ആഹ്ലാദിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന്റെ പ്രാർത്ഥന ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുക. Hello guys, you are from Tamil Nadu? Tamil Nadu. Okay. My channel SSK Chandrakandam, YouTube channel SSK Sri Kumar S Kurup, SSK Chandrakandam, all are capital letters. Please subscribe. Okay. Wow. അപ്പോൾ സുഹൃത്തുക്കളെ, സൂയിസൈഡ് പോയിന്റ് കണ്ടിട്ട് തിരിച്ച് ഇറങ്ങിയാണ്. കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫോഗ് ആണ് അത് കണ്ടത്. പിന്നെ ആരും അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അത് കെട്ടി അടച്ച് ഭദ്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി സുരക്ഷിതമാണ്. പണ്ട് വേലിക്കെട്ടില്ലാതിരുന്ന സമയത്ത് ആളുകൾ കാണാനായിട്ട് നോക്കി നിന്ന് അങ്ങ് വീണു പോകുമായിരുന്നു. അല്ലാതെ മനഃപൂർവ്വം ഇനി ആരെങ്കിലും വന്ന് വീണോ എന്നും അറിയാൻ വയ്യ. മനഃപൂർവ്വം അങ്ങനെ വന്ന് വീഴുന്നവരെ തടയാൻ ആരാലും സാധിക്കുമോ എന്നറിയാൻ വയ്യ. എന്തായാലും സൂയിസൈഡ് പേരെന്നുള്ള പേര് മാറ്റി ഇപ്പോൾ ഗ്രീൻ വാലി വ്യൂ എന്നാണ്. കാരണം ഒരു നെഗറ്റീവ് പേര് വേണ്ട എന്ന് കരുതി ഗ്രീൻ വാലി വ്യൂ എന്നാണ്. വാസ്തവത്തിൽ മനോഹരമായ വാലിയാണ്, പക്ഷെ ഇപ്പോ കാണാൻ നിവർത്തിയില്ല, ഫോഗായതുകൊണ്ട് എന്ന് മാത്രം. പക്ഷെ ആളുകൾ മരിച്ചതുകൊണ്ട് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് തോന്നാവുന്ന ഒരു പേര്
അതിന് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ബായ്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ഫോഗായിരിക്കുകയാണ്. ഇനി ഓരോ സ്ഥലങ്ങൾ കാണാനുണ്ട്. അവിടെയൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് 15 മിനിറ്റ് സമയമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വണ്ടി കണ്ടുപിടിച്ച് അതിൽ കയറേണ്ടതുണ്ട്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, ആലപ്പുഴയിലെ ഒരു വളരെ വൈബ്രന്റ് ആയ കുടുംബമാണ് പുന്നപ്പറ എന്ന് വരുന്ന, ഞാൻ പറഞ്ഞാൽ മാറിപ്പോകും, അവരൊന്നുകൂടെ പറയും, ആലവേലി കുടുംബം. അവരെ പരിചയപ്പെടാം. എല്ലാരെയും ഒന്ന് പരിചയപ്പെടണം. അല്ല സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോ ഇവിടെ വന്നു, ഇത് കണ്ടു. ഇവിടെയൊക്കെ സൂയിസൈഡ് പോയിന്റ്, ഗ്രീൻ വാലി വ്യൂ, ഇത് ഫോഗും ഒക്കെ ആയിരുന്നു. ഒന്നും കാണാനും പറ്റിയില്ല. കുറെയൊക്കെ കണ്ടു, നല്ല രീതിയിൽ കണ്ടു. പിന്നെ ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. എങ്കിലും ഇത് നിങ്ങൾക്ക് വാസ്തവത്തിലൂടെ വന്ന് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നില്ല. പക്ഷെ പോണം, നമുക്ക് പോയേ പറ്റൂ അല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം. നമ്മളെ കുടുംബം വളരെ, ആ കുടുംബത്തിന്റെ പേരെന്ന് പറയണം, ആലവേലി. എല്ലാവരും ചേർന്ന് ഹേയ്, താങ്ക് യു വെരി മച്ച്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, പില്ലർ റോക്ക് ഫ്ലവർ ഗാർഡൻ ആണ്. ഇവിടെയും നല്ല തിരക്കാണ് സുഹൃത്തുക്കളെ. അപ്പോ പില്ലർ റോക്സ് ഇവിടെ നിന്ന് കാണാമെന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ മനോഹരമായ ആനകളുടെ ആനപ്രതിമ. അത് ശരിക്കും ആനയുടെ തനത് വലിപ്പത്തിലുള്ളതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ആണ്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. വളരെ ഗംഭീരമായി, ഐശ്വര്യമായി. ഈ ചാനല് SSK ചന്ദ്രകാന്തം, ശ്രീകുമാർ എസ് കുറുപ്പ് എന്റെ പേര്, SSK ചന്ദ്രകാന്തം, ആളാർ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ചന്ദ്രകാന്തം. സെർച്ച് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സുഹൃത്തുക്കളെ എവിടെ നിന്നാണ്? പാലക്കാട്. പേര് ഓട്ടെ. ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഗംഭീരമല്ലേ? നല്ല പ്രകൃതിയാണ്. പാലക്കാട് കുറച്ച് ചൂടാണെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ. അപ്പൊ ഇവിടെ വരുമ്പോ നല്ലൊരു തണുപ്പ്. ആനയുടെ ബാക്കില്ല, അതാണ്. അതെ. എന്നാലും വളരെ ബുദ്ധിമാന്മാരാരോ ചെയ്തതാണ് സംഗതി. ആ ഒരു 3D എഫക്റ്റ് തോന്നും. അപ്പോ ഓക്കെ, ബൈ. അത് നമ്മളെ പാലക്കാടുള്ള സുഹൃത്തുക്കളാണ്.